ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നബിദിന ക്യൂസ് ആണ്. നബിദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്യൂസ് മത്സരത്തിൽ ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നോക്കൂ. ക്യൂസ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: നബിദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? നബിദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം VP സിംഗ്. നബിദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? VP സിംഗ്. ഓക്കെ, അടുത്ത ചോദ്യം: ഖുറാനിൽ എത്ര പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്? ഖുറാനിൽ എത്ര പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്? ഉത്തരം വരുന്നത് 25. അടുത്ത ചോദ്യം: നബിയിൽ വിശ്വസിച്ച ആദ്യ പുരുഷനാര്? നബിയിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ ആരാണ്? ഉത്തരം അബൂബക്കർ. നബിയിൽ വിശ്വസിച്ച ആദ്യ പുരുഷനാണ് അബൂബക്കർ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. എത്ര കാലമാണ് നബി മക്കയിൽ പ്രബോധനം നടത്തിയത്? എത്ര കാലമാണ് നബി മക്കയിൽ പ്രബോധനം നടത്തിയത്? ഉത്തരം നോക്കൂ, 13 വർഷം. 13 വർഷമാണ് നബി മക്കയിൽ പ്രബോധനം നടത്തിയത്. അടുത്ത ചോദ്യം ഇതാണ്: മുഹമ്മദ് എന്ന പേര് ഖുറാനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? മുഹമ്മദ് എന്ന പേര് ഖുറാനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഉത്തരം 4 തവണ. മുഹമ്മദ് എന്ന പേര് ഖുറാനിൽ 4 തവണയാണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം: സ്വർഗീയ സ്ത്രീകളിലെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വർഗീയ സ്ത്രീകളിലെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നോക്കൂ, ഫാത്തിമ. സ്വർഗീയ സ്ത്രീകളിലെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാത്തിമയാണ്. ഇനി അടുത്ത ചോദ്യം: പ്രവാചകൻ മുഹമ്മദ് നബി ജീവിതത്തിൽ എത്ര ഉംറ നിർവഹിച്ചിട്ടുണ്ട്? പ്രവാചകൻ മുഹമ്മദ് നബി ജീവിതത്തിൽ എത്ര ഉംറ നിർവഹിച്ചിട്ടുണ്ട്? ഉത്തരം നോക്കൂ, 4. പ്രവാചകൻ മുഹമ്മദ് നബി ജീവിതത്തിൽ 4 ഉംറകളാണ് നിർവഹിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്: പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസം ഏതാണ്? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസം ഏതാണ്? ഉത്തരം റമദാൻ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസം റമദാൻ മാസമാണ്. അടുത്ത ചോദ്യം: ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ്? ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ്? ഉത്തരം ജർമ്മനി. ജർമ്മനിയിലാണ് ഖുർആൻ ആദ്യമായി അച്ചടിക്കുന്നത്. എവിടെയാണ്? ജർമ്മനി. ഇനി അടുത്ത ചോദ്യം: നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആരാണ്? നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആരാണ്? ഉത്തരം അലി. നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആരാണ്? അലി. അടുത്ത ചോദ്യം ഇതാണ്: ഖുറാനിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഖുറാനിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം സൂറത്ത്. ഖുറാനിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരാണ് സൂറത്ത്. അടുത്ത ചോദ്യം നോക്കൂ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഉത്തരം നോക്കൂ, മുഹമ്മദ് നബി. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി. ഇനി അടുത്ത ചോദ്യം: നബിയുടെ പിതാവ് മരണപ്പെട്ടത് എവിടെ വച്ചാണ്? നബിയുടെ പിതാവ് മരണപ്പെട്ടത് എവിടെ വച്ചാണ്? ഉത്തരം മദീന.
നബിയുടെ പിതാവ് മരണപ്പെട്ടത് എവിടെ വെച്ചാണ്? മദീനയിൽ വെച്ചാണ് നബിയുടെ പിതാവ് മരണപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നബിക്ക് മുഹമ്മദ് എന്ന പേരിട്ടത് ആരാണ്? നബിക്ക് മുഹമ്മദ് എന്ന പേരിട്ടത് ആരാണ്? ഉത്തരം അബ്ദുൽ മുത്തലിബ്. ആരാണ്? അബ്ദുൽ മുത്തലിബ്. നബിക്ക് മുഹമ്മദ് എന്ന പേരിട്ടത് ആരാണ്? അബ്ദുൽ മുത്തലിബ്. അടുത്ത ചോദ്യം. നബി ചെറുപ്പകാലത്ത് പങ്കെടുത്ത യുദ്ധം ഏതാണ്? നബി ചെറുപ്പകാലത്ത് പങ്കെടുത്ത യുദ്ധം ഏതാണ്? ഉത്തരം ഫിജാർ യുദ്ധം. നബി ചെറുപ്പകാലത്ത് പങ്കെടുത്ത യുദ്ധമാണ് ഫിജാർ യുദ്ധം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. നബിയുടെ പരമ്പര ചെന്നെത്തുന്നത് ഏത് പ്രവാചകനിലാണ്? നബിയുടെ പരമ്പര ചെന്നെത്തുന്നത് ഏത് പ്രവാചകനിലാണ്? ഉത്തരം ഇബ്രാഹിം. നബിയുടെ പരമ്പര ചെന്നെത്തുന്നത് ഏത് പ്രവാചകനിലാണ്? ഇബ്രാഹിം. ഇനി അടുത്ത ചോദ്യം. ഹിദായത്ത് കഴിഞ്ഞാൽ അല്ലാഹു മനുഷ്യന് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹം ഏതാണെന്നാണ് നബി പറഞ്ഞത്? ചോദ്യം നോക്കൂ. ഹിദായത്ത് കഴിഞ്ഞാൽ അല്ലാഹു മനുഷ്യന് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹം ഏതാണെന്നാണ് നബി പറഞ്ഞത്? ഉത്തരം ആരോഗ്യം. ഹിദായത്ത് കഴിഞ്ഞാൽ അല്ലാഹു മനുഷ്യന് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്താണ്? ആരോഗ്യമാണ് എന്നാണ് നബി പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം. മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബി പഠിപ്പിച്ച കർമ്മം ഏത്? മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബി പഠിപ്പിച്ച കർമ്മം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. നമസ്കാരം. നമസ്കാരമാണ് മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബി പഠിപ്പിച്ച കർമ്മം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. സ്ത്രീകളിൽ രണ്ടാമതായി ഇസ്ലാം സ്വീകരിച്ച മഹദി ആര്? സ്ത്രീകളിൽ രണ്ടാമതായി ഇസ്ലാം സ്വീകരിച്ച മഹദി ആരാണ്? ഉത്തരം ഉമ്മുൽ ഫദ്ല്. ആരാണ്? ഉമ്മുൽ ഫദ്ല്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദി ആര്? ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദി ആരാണ്? ഉത്തരം ആയിഷ. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദി ആരാണ്? ആയിഷയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇബ്രാഹിം നബിയെ പ്രതിയോഗികൾ ഇറക്കിയത് എന്തിലേക്കാണ്? ഇബ്രാഹിം നബിയെ പ്രതിയോഗികൾ ഇറക്കിയത് എന്തിലേക്കാണ്? ഉത്തരം വലിയ അഗ്നികുണ്ഡത്തിലേക്ക്. ഇബ്രാഹിം നബിയെ പ്രതിയോഗികൾ ഇറക്കിയത് വലിയ അഗ്നികുണ്ഡത്തിലേക്കാണ്. അടുത്തത്. നൂഹ് നബിയുടെ കാലത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അദ്ദേഹം നിർമ്മിച്ച വാഹനം ഏതാണ്? നൂഹ് നബിയുടെ കാലത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അദ്ദേഹം നിർമ്മിച്ച വാഹനം ഏതാണ്? ഉത്തരം നോക്കൂ. കപ്പൽ. നൂഹ് നബിയുടെ കാലത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അദ്ദേഹം നിർമ്മിച്ച വാഹനമാണ് കപ്പൽ. അപ്പോൾ ഫ്രണ്ട്സ്, നബിദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നോക്കിക്കോളൂ, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസം ഏതാണ്? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസം ഏതാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ ആണല്ലോ? കൂടെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെൽ ഐക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.